ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്നത്തെ റെസിപ്പി ഒരു ചില്ലി ചിക്കനാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 450 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി 1 സ്പൂൺ പെപ്പർ പൗഡർ, 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ സോയാ സോസ്, ഇതിനാവശ്യമായ ഉപ്പ്, 1 സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് കോൺഫ്ലവറും മൈദയുമാണ്. അത് ഞാനിവിടെ 2 സ്പൂൺ വീതം ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ തന്നെ 2 സ്പൂൺ മൈദ. ഈ മസാലയും ഈ കോൺഫ്ലവറും ഇതെല്ലാം കൂടെ ഈ ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡറിനകത്തൊക്കെ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം എങ്ങനെയാണ് ഈ ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിവിടെ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമായ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവോള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാപ്സിക്കം, ഒരു 5 പച്ചമുളക്, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, 2 സ്പൂൺ വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഈ ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് അളവ് പറയാം കേട്ടോ. ചിക്കൻ്റെ ഒരു സൈഡ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ച് കൊടുക്കണം. അങ്ങനെ 2 സൈഡ് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇത് ഞാൻ വളരെ ചെറുതായിട്ടാകട്ടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചുവ നന്നായിട്ട് മാറണം. ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക്, 4-5 പച്ചമുളക് എടുത്തിരുന്ന് അതിട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ഈ ഭാഗവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ചില്ലി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചേർത്ത് ഒന്ന് വഴറ്റുക. 1/2 സ്പൂൺ പെപ്പർ പൗഡർ വീണ്ടും ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ സോസുകൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ ചില്ലി സോസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ സോയാ സോസ്, അല്പം വിനെഗർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തപ്പോൾ നന്നായിട്ട് ഉപ്പ് ചേർത്തതാണ്. ഇനി സോസിനകത്തൊക്കെ ഉപ്പുള്ളത് കൊണ്ട് അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി അടുത്ത ഞാൻ 1 സ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളം ഒഴിച്ച് കലക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ കേട്ടോ. വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഓണിയനും ക്യാപ്സിക്കവും ചേർക്കാം. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓണിയനും ക്യാപ്സിക്കവും ഒന്നും അധികം വേഗണ്ട, ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടിയാൽ മാത്രം മതി. എല്ലാം കൂടെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അല്പം സ്പ്രിംഗ് ഓണിയനൊക്കെ ചേർത്തിട്ട് ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതൊരു വെള്ളത്തിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി ഇത് ഗ്രേവിയോട് കൂടെയാണ് വേണ്ടതെങ്കിൽ അല്പം വെള്ളം ചേർത്തിട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല തിളച്ച വെള്ളമായിരിക്കണമെന്ന് മാത്രം. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന കളറൊന്നും കിട്ടത്തില്ല കേട്ടോ. ഞാൻ ഇതിനകത്ത് ഫുഡ് കളറൊന്നും പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് റെസ്റ്റോറൻറ്റിലെ കളറ് കിട്ടത്തില്ല. പക്ഷേ അതിനേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്